അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇൽമുൽ മന്തിഖ്. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം, താരതമ്യം. രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള താരതമ്യം ചെയ്ത് ഓരോന്നിൻ്റെ ബന്ധങ്ങൾ എങ്ങനെ എന്ന് പറയാം. ഉദാഹരണം, ഒരാശയമാണ് ഇപ്പോൾ സംസാരിക്കുന്നവൻ അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരാശയമാണല്ലോ. അത് ഫിറ്റാവുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരുടെ പേരിലും ഈ സംസാരിക്കുന്നത് എന്നത് ഫിറ്റാവും. അതേപോലത്തെ മറ്റൊരു കാര്യമാണ്, അതേപോലെ തന്നെ മനുഷ്യ വിഭാഗത്തിന് മേലും എല്ലാവരും മേലും പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇപ്പോൾ ചിരിക്കുന്നവൻ. ചിരിക്കുന്നവൻ എന്നുള്ളതും അതേപോലത്തെ ആ ഒരു വിഭാഗത്തിലുള്ള എല്ലാവരുടെ മേലും പറയാൻ പറ്റുന്ന. അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, അത് നമ്മൾ വിലയിരുത്തുകയാണ്, സംസാരിക്കുന്നത് ചിരിക്കുന്നത് ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും രണ്ടും സമാസമം. കാരണം ചിരിക്കുന്നവൻ എന്ന് ആരുടെ മേലിലൊക്കെ പറയാൻ പറ്റുമോ അവരുടെ മേലിലൊക്കെ സംസാരിക്കുന്നവെന്നും പറയാൻ പറ്റും. കാരണം മനുഷ്യ വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ സ്വഭാവം യഥാർത്ഥത്തിൽ ചിരിക്കുക എന്നുള്ള സ്വഭാവവും സംസാരിക്കുക എന്നുള്ള സ്വഭാവവും കാണുന്നത്. അപ്പോൾ പിന്നെ രണ്ടും സമമാണ്. അപ്പോൾ ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യമാണ്. ഇപ്പോൾ ആ താരതമ്യം ചെയ്യുമ്പോൾ പറയും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം സമാസമാണ്. ഇതൊക്കെ അതാണെന്നും പറയാം, അതൊക്കെ ഇതാണെന്നും പറയാം. എന്ന് പറഞ്ഞാൽ നാത്തിക്ക് സംസാരിക്കുന്നവൻ നാത്തിക്ക് എന്നല്ല പറയാം. നാത്തിക്ക് എന്നുള്ളത് ഇപ്പോൾ പിന്നെ അബൂബക്കർ, ഉമർ, സെയ്ദ്, ഷാമിൽ, നസീം, ഇങ്ങനെ ആരുടെ മേലിലൊക്കെ പറയാൻ പറ്റുമോ അവരുടെ മേലിലൊക്കെ അബൂബക്കർ ലായിക്കാണ്, അമ്ര ലായിക്കാണ്, സെയ്ദ് ലായിക്കാണ്, ഷാമിൽ ലായിക്കാണ്, നഈം ലായിക്കാണ്, ഇങ്ങനെ അതും പറയാൻ പറ്റും. അപ്പോൾ രണ്ടിനും തമ്മിലുള്ള ബന്ധം അത്തസാവി, രണ്ടും സമാണ്. ഇത് എവിടൊക്കെ പറയാൻ പറ്റുമോ അതിന് മേലെ അതും പറയാൻ പറ്റും, അതെവിടൊക്കെ പറയാൻ പറ്റുമോ അതിന് മേലെ ഇതും പറയാൻ പറ്റും. അപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം മുത്തസാവിയാണ്. അപ്പോൾ രണ്ടും മുത്തസാവിയാണ്. ഇതൊരു മുത്തസാവിയാണ്, അതേപോലെ മറ്റൊരു മുത്തസാവിയാണ്. ഇത് രണ്ടും മുത്തസാവിയാനിയാണ് എന്ന് പറയാം. അതുകൊണ്ട് എഴുതിയാൽ അത്തസാവി അന്നാത്തിഖു അല്ലാഹിഖു. അത് രണ്ടും മുത്തസാവിയാനിയാണ് എന്ന് പറയാം. രണ്ടും മുത്തസാവിയാനിയാണ് പരസ്പരം. ഇനി നമ്മൾ വേറെ രണ്ടെണ്ണം എടുത്തു നോക്കാം. അഷ്ഷജറു വൽ ഹജറു. ഷജർ എന്ന് പറഞ്ഞാൽ മരം, ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്. ഷജർ എന്ന് പറയാവുന്ന ആ ആശയം പറയാൻ പറ്റുന്ന ഏതെങ്കിലും സാധനത്തിൻ്റെ മേൽ ഹജർ എന്ന് പറയാൻ പറ്റും. ഏതെങ്കിലും മരം കല്ലാണോ? അല്ല. ഏതെങ്കിലും കല്ല് മരമാണോ? അല്ല. അപ്പോൾ ഷജറും ഹജറും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക അത് പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നല്ല മറ്റത്, അതല്ല ഇത്, രണ്ടും വ്യത്യസ്തം. അപ്പം അതിന് നമുക്ക് എന്ത് പറയാം? ആ തബായുൻ, ഷജർ ഹജർ എന്ന ആ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം ആ തബായുൻ, പൂർണ്ണമായ വ്യത്യാസം. അതിലൊന്നുപോലും ഇതിന് പേര് പറയാൻ പറ്റില്ല, ഇതിലൊന്നും അതിന് പേര് പറയാൻ പറ്റില്ല. ബന്ധം തബായിന്. അത് രണ്ടും മുത്തബായിനാനി, ഒന്നൊരു മുത്തബായിന് മറ്റൊരു വേറെ മുത്തബായിന്. അത് നമ്മൾ ഷജറിന് ഹജറിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അഷ്ഷജറു വൽ ഹജറു. മുത്തബായിനാനി.
ഇനി നമ്മൾ വേറെ രണ്ടെണ്ണം എടുത്ത് നോക്കുക. അൽ ഇൻസാനു അൽ ഹയവാനു എടുത്തു നോക്കുക. അൽ ഇൻസാനു മനുഷ്യൻ. മനുഷ്യൻ എന്ന വാക്ക് ആരുടെ മേലിലൊക്കെ പറയാൻ പറ്റുമോ? ഹയവാൻ എന്ന വാക്ക് ആരുടെ മേലിലേക്ക് എന്തിൻ്റെ മേലിലൊക്കെ പറയാൻ പറ്റുമോ? ഇത് രണ്ടും നമ്മളിങ്ങനെ മനസ്സിലാക്കി. അപ്പം നമുക്ക് മനസ്സിലായി ഇൻസാൻ എന്നുള്ള വാക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ട എല്ലാത്തിനും മേലും പറയാൻ പറ്റും. ഹയവാൻ എന്ന വാക്ക് പല വിഭാഗത്തിൽപ്പെട്ട പലതിൻ്റെ മേലും പറയാൻ പറ്റും. ആ ഹയവാൻ എന്നത് പറയാൻ പറ്റുന്നതിൽ ആരുണ്ട്? ഇൻസാനുണ്ട്. അപ്പം ഇൻസാൻ മുഴുവൻ ഹയവാനിലുണ്ട്, ഇൻസാൻ അല്ലാത്തതുണ്ട്. അപ്പം ഹയവാൻ എന്ന വാക്ക് ഇൻസാന് മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നു. ഇൻസാൻ എന്ന വാക്ക് ഹയവാനിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഹയവാനെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഖാസാണ്, അതൊരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി ഹയവാനിൽ പെട്ട ഒരു വിഭാഗത്തിന് മാത്രം ഖാസാണ് ഇൻസാൻ. ഹയവാൻ എന്നത് ഇൻസാനും അല്ലാത്തതും ഉൾക്കൊണ്ടതാണ്. അപ്പോൾ ഇൻസാനിനെ മുഴുവൻ ഹയവാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താ? ഇൻസാന് മുഴുവൻ ഹയവാനിലുണ്ട്, ഹയവാന് മുഴുവൻ ഇൻസാനിൽ ഇല്ല, ഇൻസാനും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഏതാണ് ഖാസ്? ഇൻസാനാണ് ഖാസ്. കാരണം അത് ഒരു വിഭാഗത്തിൽ മാത്രമേ പെടുന്നുള്ളൂ. ഹയവാനിൽ പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം മാത്രം. ഹയവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആ ഇൻസാനും ഇൻസാനും അല്ലാത്തതുണ്ട്. അപ്പോൾ ഇൻസാനിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചു, അതല്ലാത്തതിനെ കൂടി ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ഇത് ആമാണ്. അപ്പോൾ ഇതിലാണ് തമ്മിലുള്ള ബന്ധം. അൽ ഇൻസാനു എന്നുള്ള അതും അൽ ഹയവാനു എന്നുള്ള ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഹസാണ്, ഒന്ന് ആമാണ്. അല്ലെങ്കിൽ ഒന്ന് ഖാസാണ്, ഒന്ന് ആമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഉമൂമും ഉണ്ട്, ഖുസൂസും ഉണ്ട്. ഇൻസാനുള്ളത് ഖുസൂസാണ്, ഹയവാനുള്ളത് ഉമൂമാണ്. ഇൻസാനിനെയും അല്ലാത്തതിനും ഉൾക്കൊള്ളിക്കാവുന്ന ഉമൂമാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പറയാം? ഇൻസാനും ഹയവാൻ തമ്മിലുള്ള ബന്ധം ഉമൂമുൻ വ ഖുസൂസുൻ മുത്ലഖുൻ. പൊതുവായിട്ട് ആമാണ്. അത് നമുക്ക് ഇനി ഉമൂമു ഖുസൂസുള്ള വേറെ ഒന്നും കൂടി മനസ്സിലാക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മളൊന്ന് എഴുതി വെക്കുക. العموم والخصوص المطلق. الإنسان والحيوان. ആ സാധനത്തിനെ പറ്റി പറയുമ്പോൾ അമ്മു അഹസു മുത്തലക്കൻ എന്നറിയാം. ബന്ധം പറയുമ്പോൾ ഉമൂമു ഖുസൂസ് മുത്തലക്കൻ എന്നോ അൽ മുത്തലക്കെന്നോ അൽ മുത്തലക്കാനി എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും, ഇൻസാൻ്റെയും ഹയവാൻ്റെയും പോലെ ഒന്ന് മറ്റൊന്ന് നിൽക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെയും പറയാം അൽ ഫീലു. അൽ ഫീലു അൽ ഹയവാനു. എന്താ ഹയവാൻ എന്നുള്ളത് ഫീലും ഉണ്ട്, ഫീലല്ലാത്തതുണ്ട്. അപ്പോൾ ഫീൽ എന്നുള്ളത് ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതിനെ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ, ഹയവാനിലത്തെ ഒരു വിഭാഗത്തിന് മാത്രം. അപ്പോൾ ഫീല് ഖാസാണ്. ഹയവാൻ പറഞ്ഞാൽ ഫീലും ഫീലല്ലാത്തതുകൊണ്ട്, അപ്പോൾ ഹയവാന് ആമാണ്. അപ്പോൾ ഇൻസാനുൽ ഹയവാൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ അൽ ഫീലു അൽ ഹയവാൻ എന്നുള്ള ബന്ധവും അതേമാതിരി ഉണ്ട്. തമ്മിലുള്ള ബന്ധം ഉമൂമു ഖുസൂസ് മുത്തലഖാണ്. ഈ മുത്തലഖ് എന്താണെന്ന് നമുക്ക് അടുത്ത കൂടി പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും.
അൽ ഉമൂമു വൽ ഖുസൂസു മിൻ വജിഹിൻ. ഇവിടെ നമ്മൾ ഉമൂമു ഖുസൂസ് മുത്തലഖ് എന്ന് പറഞ്ഞിടത്ത് മിൻ വജിഹിൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ മാറ്റം ഇപ്പോൾ ശരിക്കും മനസ്സിലാവും. അൽ ഹജറു അൽ അബിയലു, കല്ല് എന്ന് പറയുന്ന ഒരാശയം. പല സാധനത്തിന് മേലും കല്ല് എന്ന് പറയാൻ പറ്റും. പല തരം കല്ലുകളുണ്ട്. നമ്മുടെ ചെങ്കല്ല്, പാറക്കല്ല്, മോതിരക്കല്ല്, പിന്നെ ഉപ്പുകല്ല്, പല കല്ലുകളുണ്ട്. അതിൽ തന്നെ പല കളറുകളും പല ഐറ്റംസും പല കളറിലും പല വിഭാഗത്തിലും കല്ലുണ്ട്. എന്നാൽ അബിയത് പറഞ്ഞുള്ള വെളുത്തത്, വെളുത്ത സാധനം പല ഐറ്റം ഉണ്ട്. ഒരു ഐറ്റത്തിൽ മാത്രം ഒതുക്കണമല്ല. അത് കല്ലിലും ഉണ്ട്, കല്ലില്ലാത്തതിലും ഉണ്ട് വെളുത്തത്. എന്നാൽ വെളുത്തതല്ലാത്തത് കല്ലിലും ഉണ്ട്. കല്ലിൽ വെളുത്തതുണ്ട്, വെളുത്തല്ലാത്തതുണ്ട്. വെളുത്തതിൽ കല്ലുണ്ട്, കല്ലല്ലാത്തതുണ്ട്. അപ്പോൾ വെളുത്തത് എന്ന് പറയുമ്പോൾ കല്ലിനെയും ഉൾക്കൊള്ളിച്ചു, കല്ലല്ലാത്തതിനെ ഉൾക്കൊള്ളിച്ചു. അപ്പോൾ വെളുത്തത് ആമാണ്. എന്നാൽ കല്ല് എന്ന് പറയുമ്പോൾ വെളുത്തതിനെ ഉൾക്കൊള്ളിച്ചു, വെളുത്തല്ലാത്തതിനെ ഉൾക്കൊള്ളിച്ചു. അപ്പോൾ കല്ലും എന്താണ്? ആമാണ്. എന്നാൽ വെളുത്തത് എന്നുള്ളത് എല്ലാ കല്ലിനെയും ഉൾക്കൊള്ളിക്കണില്ല. അപ്പോൾ വെളുത്തത് ഹാസാണ്. കല്ല് എന്ന് പറയുമ്പോൾ എല്ലാ വെളുത്തതിനെയും ഉൾക്കൊള്ളിക്കണില്ല. അപ്പോൾ കല്ല് എന്താണ്? ഹാസാണ്. അപ്പോൾ കല്ല് ഒരു നിലക്ക് ഹാസാണ്, ഒരു നിലക്ക് ആമാണ്. അതേസമയം വെളുത്തത് ഉള്ളതും ഒരു നിലക്ക് ഹാസാണ്, ഒരു നിലക്ക് ആമാണ്. അപ്പോൾ അതിനൊരു പേരിട്ടെന്ത്? ഉമൂമും ഉണ്ട്, ഖുസൂസും ഉണ്ട്, മുത്തലക്കല്ല. ഇതെല്ലാം നിലക്കും ആമ്, ഇതെല്ലാം നിലക്കും ഹാസ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഉമൂമും ഖുസൂസും രണ്ടിലുണ്ട്. അപ്പോൾ അതിന് പേരിട്ട് അൽ ഉമൂമു അൽ ഖുസൂസു മിൻ വജിഹിൻ, ഒരു നിലക്ക്. ഒരു നിലക്ക് ഉമൂമും ഉണ്ട്, ഒരു നിലക്ക് ഖുസൂസും ഉണ്ട്. രണ്ടിലുണ്ട്, ഓരോന്നിലും. അപ്പോൾ ഓരോന്നിനെ പറ്റി പറയുമ്പോൾ അഅമ്മു വഅഖസ്സു മിൻ വജിഹി എന്ന് പറയാം. ആ സാധനം അഅമ്മു ആണ്, അഖസ്സു ആണ്, മിൻ വജിഹി. ഇങ്ങനെ നിസ്ബ, അത് പരസ്പരം ബന്ധപ്പെടുത്തി പറയാൻ നിസ്ബ എന്നാ പറയാം. ഇങ്ങനെ നാലാലൊരു നിസ്ബയിൽ പെട്ടതല്ലാതെ ലോകത്ത് ഒരു സാധനം ഉണ്ടാവില്ല. അതാണ് പണ്ട് മുജാഹിദീന്നേറ്റ് വർത്തമാനം പറയാൻ വന്നപ്പോൾ സൂറത്ത് യൂനുസിൽ ഫഫ്രഹു, നിങ്ങൾ സന്തോഷിച്ചോളി എന്നുള്ള ആയത്തോതി തർക്കിക്കാൻ വന്നപ്പോൾ സന്തോഷം എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സന്തോഷം ആഘോഷം തമ്മിലുള്ള നിസ്ബ എന്താണെന്ന് ചോദിച്ചു. സന്തോഷിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സന്തോഷവും ആഘോഷം തമ്മിലുള്ള നിസ്ബ എന്താണെന്ന് ചോദിച്ചു. ഇവർക്ക് നിസ്ബ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അന്തം വിട്ടു. കാരണം അവർ മന്തിക്ക് ഓതിയിട്ടുണ്ടാവില്ല. കാരണം എന്തൊരു സംഗതി വിശകലനം ചെയ്ത് പഠിക്കാൻ വലിയൊരു കാര്യമാണ് എന്ത്? ഈ നിസ്ബ. അപ്പം സന്തോഷം എന്താണ്, ആഘോഷം എന്താണ്? അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമല്ലേ ആഘോഷം. അപ്പോൾ ആഘോഷം സന്തോഷമല്ലേ? അപ്പോൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ പെടൂല എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ നിസ്ബ അവർ കൊടുത്തല്ല. അപ്പോൾ ഈ നിസ്ബ എന്നുള്ളത് നമുക്ക് വലിയൊരു എന്ത് കാര്യത്തെക്കുറിച്ചും ഒന്ന് വിശകലനം ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടിയാണ് ഈ നിസ്ബ. അപ്പോൾ ലോകത്ത് എന്ത് സാധനം എടുത്താലും ഈ നിസ്ബയിലാണെന്ന് പറയാൻ പറ്റും. എന്താണെന്ന് പറയാൻ പറ്റണം. വാതില് ജനല് എന്താ നിസ്ബ? വാതിലും ജനവാതിലും, വാതിലും ജനവാതിലും എന്താ നിസ്ബ? ജനവാതിലിനെ ഒരു ചെറിയ വാതിലായിട്ട് കൂട്ടുകയാണെങ്കിൽ വാതിൽ ആമും ജനവാതിൽ ഖാസും. ഈ ജനവാതിൽ എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്. വാതിൽ ആണെങ്കിലും അത് വേറെ സാധനം, ഇത് വേറെ സാധനം കൂട്ടുകയാണെങ്കിൽ രണ്ടും മുത്തബായിനാണ്. കല്ല് മണ്ണ് മുത്തബായിന്. പിന്നെ ഫാന് ടേബിൾ ഫാന്, ഫാന് ടേബിൾ ഫാന് എന്താ വരിക? ഫാന് ആമായിരിക്കും, ടേബിൾ ഫാന് ഖാസാവും. മൂസൂസ് മുത്തലക്ക്. തെമ്മാടി കള്ളുടിയൻ, തെമ്മാടി കള്ളുകുടിയൻ ഇതിൽ വരിക? തെമ്മാടി ആമ്, കള്ളുകുടിയൻ ഖാസ്, മൂസൂസ് മുത്തലക്ക്. എല്ലാ കള്ളുടിയനും തെമ്മാടിയാണ്. എന്നാൽ തെമ്മാടികൾ മുഴുവൻ കള്ളുകുടിയനല്ല. കള്ളുകുടി എന്ന് പറഞ്ഞാൽ തെമ്മാടിയിലത്തെ ഒരു വകുപ്പായിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് വകുപ്പുകൾ വേറുണ്ട്. അപ്പോൾ മൂസൂസ് മുത്തലക്കാണ്. പിന്നെ കറുത്തത് കർപ്പൂരം, കറുത്തത് കർപ്പൂരം എന്താ ബന്ധം?
കർപ്പൂരം എന്ന് പറഞ്ഞാൽ കറുത്ത ഒരു സാധനമാണ്. എല്ലാ കർപ്പൂരം കറുത്തിട്ടാണ്. വെള്ള കർപ്പൂരം ഉണ്ടോ? വെള്ള കർപ്പൂരം ഉണ്ടോ? സാധാരണ നമ്മൾ കർപ്പൂരം കറുത്തിട്ട് കാണല്. ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാ കർപ്പൂരം കറുത്തതാണ്. പക്ഷെ കറുത്തതൊക്കെ എന്തല്ല, കർപ്പൂരമല്ല. വേറൊരു സാധനമുണ്ട്, നമ്മളെ ചിമ്പാൻസിയൊക്കെ കറുത്ത സാധനങ്ങൾ, കറുത്ത കുരങ്ങുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ കറുത്തത് കർപ്പൂരം, രണ്ട് മൂസ് മുത്തലൊക്കെ അങ്ങനെ എടുത്തു നോക്കിയ ഒരുപാട് സംഗതികൾ. എന്നാൽ അതേ സമയത്ത് കറുത്തത് ഷർട്ട്, കുപ്പായം, കറുത്തത് കുപ്പായം എടുത്താൽ എങ്ങനെ ബന്ധം? എല്ലാ കറുത്തതും കുപ്പായമാണോ? അല്ല. കറുത്തതിൽ കുപ്പായമുണ്ട്, കുപ്പായം ഇല്ലാത്തതുണ്ട്. എല്ലാ കുപ്പായം കറുത്തതാണോ? അല്ല. കുപ്പായത്തിൽ കറുത്തതുണ്ട്, കറുത്തല്ലാത്തതുണ്ട്. അപ്പം മോസൂസും മിമജിയാണ്. ഒരു നിലക്ക് കുപ്പായത്തിന് ആമാണ്, കാരണം കറുത്തതിന് ഉൾക്കൊള്ളിച്ചു, കറുത്തല്ലാത്തതിന് ഉൾക്കൊള്ളിച്ചു. ഒരു നിലക്ക് കറുത്തതുള്ള ആമാണ്, കാരണം കുപ്പായത്തിന് ഉൾക്കൊള്ളിച്ചു, കുപ്പായമില്ലാത്തതിന്. ഒരു നിലക്ക് രണ്ടും എന്താണ്, ഹാസ്വാണ്. അപ്പോൾ മോസൂസും മിമജി. ഇങ്ങനെ ലോകത്ത് എന്തെടുത്ത് നോക്കിയാലും. അപ്പോൾ ഒരാളെ ഇത് തർക്കിക്കുമ്പോൾ വർത്താനം പറയുമ്പോഴൊക്കെ അത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നിസ്ബ പറയടോ നമ്മളുടെ മനസ്സിലായി എന്നറിയും. അപ്പോൾ നിസ്ബ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ നാലാലൊരു നിസ്ബയിൽ പെട്ടുകൊണ്ട് ഏതൊരു ആശയവും ഉണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുന്ന വലിയൊരു കാര്യത്തിലേക്കാണ് നമ്മൾ നിസ്ബ പഠിക്കലോടെ എത്തുന്നത്. കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ വലിയ തോതിൽ സഹായിക്കുന്ന ഒരു പാഠമാണ് നിസ്ബയെക്കുറിച്ചുള്ള പാഠം. എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും, പിന്നെ ശ്രദ്ധിക്കണം. മുമ്പ് ശ്രദ്ധിച്ചവരും ഉണ്ടാവും. എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുകയും രേഖപ്പെടുത്തുകയും നല്ലതാണ്. അസ്സലാമു അലൈക്കും.